നമസ്കാരം. അതിവേഗ വാർത്തയിലേക്ക് സ്വാഗതം. ജമ്മു കാശ്മീരിലെ ഉധംപൂരിൽ ഭീകരരുമായി ഉണ്ടായുള്ള ഏറ്റുമുട്ടലിൽ ഒരു സൈനികന് വീരമൃത്യു. പഹൽഗ്രാം ആക്രമണത്തിനു ശേഷമുണ്ടാകുന്ന മൂന്നാമത്തെ ആക്രമണമാണിത്. കരസേനാ ഉദ്യോഗസ്ഥരും ജമ്മു കാശ്മീർ പോലീസും ചേർന്ന് ഭീകരരെ നേരിടുകയാണ്. അതിനിടെ അറബിക്കടലിൽ പാക് തീരത്തോട് ചേർന്ന പാകിസ്ഥാൻ നാവിക അഭ്യാസം പ്രഖ്യാപിച്ചു. മിസൈൽ പരീക്ഷണം ഉൾപ്പെടെ നടത്തിയേക്കുമെന്നും സൂചന. പഹൽഗ്രാം ഭീകരാക്രമണം ചർച്ച ചെയ്യാൻ ഇന്ന് സർവകക്ഷി യോഗം ചേരും. മന്ത്രിസഭാ സമിതിയുടെ തീരുമാനങ്ങൾ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വിശദീകരിക്കും. പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥനെ വിളിച്ചുവരുത്തി ഇന്ത്യയുടെ നിർദ്ദേശങ്ങൾ അറിയിച്ചു. ഇന്ത്യയുടെ നടപടിക്ക് പിന്നാലെ ഉചിതമായ മറുപടി നൽകുമെന്ന് പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് പറഞ്ഞു. പഹൽഗ്രാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെതിരെ കടുത്ത നടപടിയുമായി ഇന്ത്യ. പാക് സർക്കാരിന്റെ എക്സ് അക്കൗണ്ട് ഇന്ത്യ മരവിപ്പിച്ചു. സിന്ധു നദീജല കരാർ റദ്ദാക്കിയതടക്കം കടുത്ത നടപടികളാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. പാക് പൗരന്മാർക്ക് വിസ നൽകില്ലെന്നും തീരുമാനം. ഇന്ത്യൻ അറ്റാഷമാരെ പിൻവലിച്ചതിനൊപ്പം 48 മണിക്കൂറിനുള്ളിൽ എല്ലാ പാക് പൗരന്മാരും ഇന്ത്യ വിടണമെന്നും നിർദ്ദേശമുണ്ട്. പഹൽഗ്രാമിലെ ഭീകരരുടെ വെടിയേറ്റ് ജീവൻ പൊലിഞ്ഞവരുടെ മൃതദേഹം ജന്മനാടുകളിൽ എത്തിച്ചു. ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മലയാളി രാമചന്ദ്രന്റെ സംസ്കാരം നാളെ നടക്കും. കൊച്ചി ചങ്ങമ്പുഴ പാർക്കിന് സമീപത്തുള്ള പൊതുശ്മശാനത്തിലാണ് മൃതദേഹം സംസ്കരിക്കുക. ഇന്നലെ വൈകിട്ട് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ മന്ത്രി പി രാജീവ്, എറണാകുളം ജില്ലാ കളക്ടർ NSK ഉമേഷ് എന്നിവർ ചേർന്നാണ് മൃതദേഹം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഏറ്റുവാങ്ങിയത്. പഹൽഗ്രാമിലെ ഭീകരാക്രമണത്തെ അപലപിച്ച് കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി. 30 മണിക്കൂറിലേറെ നീണ്ട മൗനത്തിനു ശേഷമാണ് കാനഡ ഔദ്യോഗികമായി പഹൽഗ്രാം ഭീകരാക്രമണത്തിനെതിരെ പ്രതികരിച്ചത്. ജമ്മു കാശ്മീരിലെ ഭീകരാക്രമണം ഞെട്ടിച്ചു. കാനഡ ഈ ഭീകരാക്രമണത്തെ ശക്തമായി അപലപിക്കുന്നു. ഭീകരാക്രമണത്തിന് ഇരകളായവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും അനുശോചനം അറിയിക്കുന്നുവെന്നും മാർക്ക് കാർണി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. നടി വിൻസി അലോഷ്യസിന് പിന്നാലെ നടൻ ഷൈൻ ടോൺ ചാക്കോയ്ക്കെതിരെ പരാതിയുമായി പുതുമുഖ നടി അപർണ ജോൺസ്. സൂത്രവാക്യം സിനിമയുടെ സെറ്റിൽ വെച്ച് തന്നോടും ഷൈൻ മോശമായി പെരുമാറിയെന്ന് അപർണ ജോൺസിന്റെ ആരോപണം. സെറ്റിൽ വെച്ച് നിരന്തരം ലൈംഗിക ചുവയോടെയുള്ള ഷൈൻ്റെ സംസാരവും വ്യത്യസ്ത രീതിയിലുള്ള പെരുമാറ്റവും പ്രയാസമുണ്ടാക്കിയെന്നാണ് നടി അപർണ ജോൺസ് പറഞ്ഞത്. തിരുവനന്തപുരം അമ്പലമുക്ക് വിനീത കൊലക്കേസിൽ പ്രതിക്ക് വധശിക്ഷ. തോവാള സ്വദേശി രാജേന്ദ്രനാണ് വധശിക്ഷ വിധിച്ചത്. തിരുവനന്തപുരം സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. മോഷണ ശ്രമത്തിനിടെയായിരുന്നു കൊലപാതകം നടന്നത്. മാസപ്പടി ഇടപാടുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണയ്ക്കെതിരെ SFIO കുറ്റപത്രത്തിലുള്ളത് ഗുരുതര കണ്ടെത്തലുകൾ. CMRL എക്സാലോജിക് മാസപ്പടി ഇടപാടിന്റെ മുഖ്യ സൂത്രകനാണ് വീണയെന്ന് SFIO പറയുന്നു. എക്സാലോജിക് കമ്പനി തുടങ്ങിയതിനു ശേഷം വളർച്ച താഴേക്കോട്ടായിരുന്നുവെന്നും കുറ്റപത്രം വിശദീകരിക്കുന്നു. തൃശൂർ പൂരം വെടിക്കെട്ട് നടക്കുന്ന സ്ഥലവും പരിസരവും മന്ത്രി K രാജൻ സന്ദർശിച്ചു. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ 18,000 പൂരപ്രേമികൾക്ക് അധികമായി സ്വരാജ് റൗണ്ടിൽ നിന്നുകൊണ്ട് തൃശൂർ പൂരം വെടിക്കെട്ട് ആസ്വദിക്കാമെന്ന് മന്ത്രി പറഞ്ഞു. ഇടുക്കിയിൽ മികച്ച വരുമാനമുള്ള KSRTCയുടെ കട്ടപ്പന കമ്പം സർവീസ് മുടങ്ങിയിട്ട് ആഴ്ചകൾ പിന്നിടുന്നു. അറ്റകുറ്റപ്പണികൾക്കായി കയറ്റിയ ബസ്സിനു പകരം സർവീസ് നടത്താൻ അന്തർ സംസ്ഥാന പെർമിറ്റുള്ള ബസ് ഇല്ലാത്തതാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. KSRTC കട്ടപ്പന ഡിപ്പോയിൽ നിന്ന് കമ്പത്തേക്ക് സർവീസ് നടത്തുന്ന ബസ്സിന് പ്രതിദിനം ശരാശരി 15,000 മുതൽ 20,000 രൂപ വരെ വരുമാനമുള്ളതാണ്. കൊല്ലത്ത് നികുതി വെട്ടിപ്പ് റെയ്ഡിനിടെ GST വനിതാ ഉദ്യോഗസ്ഥയെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ പോലീസ് കേസെടുത്തു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനു താജ് നികുതി വെട്ടിപ്പ് നടത്തുന്നു എന്ന പരാതിയിലാണ് റെയ്ഡ് നടന്നത്. ഉദ്യോഗസ്ഥയെ ആക്രമിച്ച സംഭവത്തിൽ NGO യൂണിയൻ KGOA നേതൃത്വത്തിൽ ജീവനക്കാർ പ്രതിഷേധിച്ചു. NGO യൂണിയൻ ജില്ലാ സെക്രട്ടറി അജു പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് വെള്ളിയാഴ്ച രാത്രി വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയെന്ന് മുന്നറിയിപ്പ്.
രാത്രി 11:30 വരെ കന്യാകുമാരി തീരത്ത് ഉയർന്ന തിരമാലകൾ രൂപം കൊള്ളാനാണ് സാധ്യത. ഇത് കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം പുറത്തിറക്കിയ അറിയിപ്പിൽ പറയും. കാലം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പൊതുദർശനം സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ശനിയാഴ്ച വരെ തുടരും. ലോക നേതാക്കളെയും രാഷ്ട്ര തലവന്മാരെയും കൂടാതെ ലോകമെമ്പാടുമുള്ള വിശ്വാസികളും വലിയ ഇടയനെ അവസാനമായി നേരിൽ കാണാൻ എത്തും. ശനിയാഴ്ചയാണ് മാർപ്പാപ്പയുടെ സംസ്കാരം നടക്കുക. റോമിലെ സെന്റ് മേരി മേജർ ബസിലിക്കയിലാണ് സംസ്കാര ചടങ്ങുകൾ. തൊഴിൽ തട്ടിപ്പിനിരയായി റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ ചേർന്ന മലയാളി യുവാവിന് മോചനം. യുദ്ധത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന തൃശൂർ വടക്കാഞ്ചേരി സ്വദേശി ജെയിൻ കുര്യനെ വിട്ടയച്ചു. തുടർന്ന് മോസ്കോയിലെ ആശുപത്രിയിൽ നിന്നും യുവാവിനെ ഡൽഹിയിൽ എത്തിക്കുകയായിരുന്നു. യുഎസിലെ ട്രംപ് ഭരണകൂടം ചൈനയിൽ നിന്നുള്ള ഇറക്കുമതി തീരുവ 145% വർദ്ധിപ്പിച്ചത് കുറച്ചേക്കും. വ്യാപാര യുദ്ധത്തിന് വഴി തുറന്ന തീരുവ വർധനയ്ക്ക് പരിഹാരം കാണാൻ ഇരു രാജ്യങ്ങളും ചർച്ചയ്ക്ക് തയ്യാറാകുന്നതിന്റെ സൂചനയുണ്ട്. ചർച്ചയിലെ തീരുമാനം അനുസരിച്ചാവും തീരുവ കുറയ്ക്കാം. ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിക്കും തീരുവ വൻതോതിൽ കൂട്ടിയത് യുഎസിലെ വ്യാപാര മേഖലയ്ക്ക് ഗുണകരമായില്ലെന്ന റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രൂപീകരിച്ച കാര്യക്ഷമതാ വകുപ്പിന്റെ സ്ഥാനം ഒഴിയാനൊരുങ്ങി ഇലോൺ മസ്ക്. തന്റെ കമ്പനിയായ ടെസ്ലയുടെ വരുമാനത്തിൽ വൻ ഇടിവ് രേഖപ്പെടുത്തിയ പശ്ചാത്തലത്തിലാണ് തീരുമാനം. ഈ വർഷമാണ് കമ്പനിയുടെ ലാഭത്തിലും കാറുകളുടെ വിൽപ്പനയിലും കാര്യമായ ഇടിവ് രേഖപ്പെടുത്തിയത്. ഇതേ തുടർന്നാണ് മസ്കിന്റെ പുതിയ തീരുമാനം. വടക്കൻ ഗാസയിലെ ടുഫയിൽ കുടിയൊഴിപ്പിക്കപ്പെട്ടവരെ പാർപ്പിച്ചിരുന്ന സ്കൂളിന് നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 10 പലസ്തീനുകാർ കൊല്ലപ്പെട്ടു. ഇതോടെ ജനുവരിയിലെ വെടിനിർത്തലിനു ശേഷം പലസ്തീനിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 1600 കടന്നു. നഗരത്തിലെ ഡുറയിൽ കുട്ടികളുടെ ആശുപത്രിക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ തീവ്രപരിചരണ വിഭാഗവും സോളാർ പ്ലാന്റും തകർന്നു. യുഎസ് ഭരണകൂടവും ഗൂഗിളും തമ്മിലുള്ള ആന്റി ട്രസ്റ്റ് കേസിന്റെ ഫലമായി ഗൂഗിൾ ക്രോം ബ്രൗസർ വിൽക്കാൻ ആൽഫബറ്റ്. ക്രോം ബ്രൗസർ വിൽക്കാൻ ആൽഫബറ്റ് നിർബന്ധിതരായാൽ ഏറ്റെടുക്കാൻ താൽപ്പര്യം അറിയിച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പനിയായ ഓപ്പൺ എഐ. കേസിലെ വിചാരണയ്ക്കിടെയാണ് ChatGPTയുടെ പ്രൊജക്ട് മേധാവി നിക് ടർലി ക്രോം ബ്രൗസർ ഏറ്റെടുക്കാനുള്ള സന്നദ്ധത അറിയിച്ച് രംഗത്തെത്തിയതെന്നാണ് റിപ്പോർട്ട്. എമിറേറ്റിലെ തൊഴിലിടങ്ങളിൽ AI സാക്ഷരത ലക്ഷ്യമിട്ട് പുതിയ പദ്ധതി ആവിഷ്കരിച്ച് ദുബായ് ഭരണകൂടം. അലിഫ് എന്ന പേരിൽ അറിയപ്പെടുന്ന സംരംഭത്തിന് ദുബായ് ഹെൽത്താണ് ചുക്കാൻ പിടിക്കുക. ദുബായ് AI വീക്കിലാണ് ഇതു സംബന്ധിച്ച പ്രഖ്യാപനം നടന്നത്. ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാന്റെ സാന്നിധ്യത്തിലായിരുന്നു അലിഫിന്റെ പ്രഖ്യാപനം. ഉമ്മൂർ അമൂൽ കസ്റ്റമർ ഹാപ്പിനെസ് സെന്ററിലെ സേവനം എല്ലാ ദിവസവും 24 മണിക്കൂറും ലഭ്യമാക്കി ദുബായ് റോഡ് ഗതാഗത അതോറിറ്റി. ഉപഭോക്തൃ സംതൃപ്തി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. ഉപഭോക്താക്കൾക്കിടയിൽ നടത്തിയ സർവേയുടെ അടിസ്ഥാനത്തിലായിരുന്നു പ്രവർത്തന സമയം ദീർഘിപ്പിച്ചത്. ഇടുക്കി അടിമാലി കത്തിപ്പാറയിൽ വെച്ച് വാഹനത്തിൽ കഞ്ചാവ് കടത്തിക്കൊണ്ടുവരുന്നതിനിടെ പോലീസിന്റെ വാഹന പരിശോധനയിൽപ്പെടുകയും സ്ഥലത്തുനിന്നും ഓടി രക്ഷപ്പെടുകയും ചെയ്ത പ്രതി കോടതിയിൽ കീഴടങ്ങി. അടിമാലി ഓടക്ക സിറ്റി സ്വദേശി മനുവാണ് കോടതിയിൽ കീഴടങ്ങിയത്. അന്വേഷണ നടപടികളുമായി ഭാഗമായി അടിമാലി പോലീസ് പ്രതിയെ കോടതിയിൽ നിന്നും കസ്റ്റഡിയിൽ വാങ്ങി. മലപ്പുറം ആലത്തിയൂരിൽ ടൂറിസ്റ്റ് ബസ്സും മണൽ ലോറിയും കൂട്ടിയിടിച്ച് അപകടം. മത്സ്യത്തൊഴിലാളികൾ സഞ്ചരിച്ച ടൂറിസ്റ്റ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ 30ഓളം പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ ദേശീയപാത കയ്പമംഗലം അറവുശാലയിൽ നിയന്ത്രണം വിട്ട ഇന്നോവ കാർ ഇലക്ട്രിസിറ്റി പോസ്റ്റുകളും ട്രാൻസ്ഫോമറും ഇടിച്ചു തകർത്തു. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കൊടുങ്ങല്ലൂർ ഭാഗത്തുനിന്നും വന്നിരുന്ന കാർ നിയന്ത്രണം വിട്ട് 2 പോസ്റ്റിലും ട്രാൻസ്ഫോമർ സ്ഥാപിച്ചിട്ടുള്ള പോസ്റ്റുകളിലും ഇടിച്ച ശേഷം മുന്നോട്ടു നീങ്ങി മറ്റൊരു പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു. കൊല്ലം തെന്മല സ്വദേശി വിനോദും ബന്ധുവുമാണ് കാറിലുണ്ടായിരുന്നത്. തൃശൂർ പുതുക്കാട് ആനന്ദപുരത്ത് കള്ള് വെച്ച് സഹോദരങ്ങൾ തമ്മിലുണ്ടായ തർക്കത്തിനിടെ ജ്യേഷ്ഠൻ അനുജനെ കൊലപ്പെടുത്തി. ആനന്ദപുരം സ്വദേശി യദുകൃഷ്ണനാണ് മരിച്ചത്. ഗുരുതര പരിക്കേറ്റ യദുകൃഷ്ണനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു.
സംഭവത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രതി വിഷ്ണുവിനെ പുതുക്കാട് പോലീസ് പിടികൂടി. കുടകിൽ മലയാളിയായ തോട്ടം ഉടമയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തി. കണ്ണൂർ ചിറക്കൽ സ്വദേശി പ്രദീപാണ് കൊല്ലപ്പെട്ടത്. വിരാജ്പേട്ടയിലെ ബീഷെട്ടിഗേരിയിൽ പ്രദീപിന്റെ തോട്ടത്തിലുള്ള വീട്ടിലാണ് മൃതദേഹം കണ്ടെത്തിയത്. സംഭവത്തിൽ ഗോണിക്കുപ്പ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇടുക്കി അടിമാലിയിൽ ബാറിൽ വെച്ചുണ്ടായ കത്തിക്കുത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. ആക്രമണത്തിൽ ഒരാളുടെ കഴുത്തിന് ഗുരുതര പരിക്ക് സംഭവിച്ചു. അടിമാലി പോലീസ് സംഭവത്തിൽ തുടർ നടപടികൾ സ്വീകരിച്ചു. ഇടുക്കി അടിമാലി കോട്ടപ്പാറയിൽ വെച്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകരെ ആക്രമിച്ച സംഭവത്തിൽ ഒരാൾ കൂടി അടിമാലി പോലീസിന്റെ പിടിയിലായി. ആനച്ചാൽ തട്ടാത്തിമുക്ക് സ്വദേശി ബിപിനാണ് പിടിയിലായത്. സംഭവത്തിൽ ഉൾപ്പെട്ട മൂലമറ്റം അറക്കുളം സ്വദേശിയായ ജിബിൻ ബിജുവിനെ കഴിഞ്ഞ ദിവസം പോലീസ് പിടികൂടിയിരുന്നു. സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള മറ്റു പ്രതികൾ ഒളിവിലാണ്. തൃശൂരിൽ നല്ല നടപ്പ് ജാമ്യവ്യവസ്ഥ ലംഘിച്ച 3 പേർ കരുതൽ തടങ്കലിൽ. ജാമ്യവ്യവസ്ഥ ലംഘിച്ച് പുതിയ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടതിനെ തുടർന്നാണ് പടിയം മുറ്റിച്ചൂർ സ്വദേശി ഹിരത്ത, പടിയം സ്വദേശി ഫാങ്ക്രോഫ്, വലപ്പാട് സ്വദേശി ജിത്ത് എന്നിവരെ തടങ്കലിലാക്കിയത്. ജില്ലയിൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടുവരുന്ന കുറ്റവാളികൾക്കെതിരെ കർശന നടപടികൾ തുടരുമെന്ന് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. തൃശൂർ അഞ്ചേരിച്ചിറയിൽ പട്ടാപ്പകൽ കടയിൽ കയറി ആക്രമണം നടത്തിയ ഗുണ്ടാ സംഘങ്ങളെ പോലീസ് പിടികൂടി. കേസിലെ പ്രതികളായ 4 പേരെയാണ് ഒല്ലൂർ പോലീസ് പിടികൂടിയത്. കേസിലെ പ്രതികളെയും കൊണ്ടുവന്ന പോലീസ് തെളിവെടുപ്പ് നടത്തി. അഞ്ചേരിച്ചിറ ജംഗ്ഷനിലെ മീനൂട്ടി ചിക്കൻ സെന്റർ ഉടമ സന്തോഷിനെയാണ് ഗുണ്ടകൾ വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. മലപ്പുറം തിരൂരിൽ 2.5 ലക്ഷം രൂപയുടെ മൊബൈൽ ഫോണുകൾ മോഷണം നടത്തിയ കേസിൽ ഒരാൾ അറസ്റ്റിൽ. UP നവഭാഗഞ്ച് സ്വദേശി സാജൻ ഖാനെയാണ് തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഫോറിൻ മാർക്കറ്റിലെ മൊബൈൽ ഷോപ്പിൽ നിന്നും മൊബൈൽ ഫോണുകൾ മോഷണം നടത്തിയ കേസിലാണ് പ്രതി പിടിയിലായത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ഭാര്യയെ ഷോക്കടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവ് കുറ്റക്കാരൻ. നെയ്യാറ്റിൻകര അതിയന്നൂർ സ്വദേശി അരുണിനെയാണ് കുറ്റക്കാരനെന്ന് നെയ്യാറ്റിൻകര അഡീഷണൽ ജില്ലാ കോടതി ജഡ്ജി AM ബഷീർ കണ്ടെത്തിയത്. കുന്നത്തുകാൽ സ്വദേശി ശാഖ കുമാരിയാണ് കൊല്ലപ്പെട്ടത്. യുവതിയെ പീഡിപ്പിക്കുകയും നഗ്നദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്ത സ്ഥാപന ഉടമ പിടിയിലായി. ഇടുക്കി മൂന്നാർ നല്ലതണ്ണി എസ്റ്റേറ്റിൽ കുറുമല ഡിവിഷനിൽ K ഗണേഷ് കുമാറിനെയാണ് മൂന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനിടയിൽ കാണാതായ പാലക്കാട് ചാലിശ്ശേരി സ്വദേശികളായ സഹോദരിമാരെ തിരുപ്പതിയിൽ നിന്ന് കണ്ടെത്തി. അമ്മിണി, അനുജത്തി ശാന്ത എന്നിവരെയാണ് കണ്ടെത്തിയത്. ഗുരുവായൂരിലേക്ക് ക്ഷേത്ര ദർശനത്തിന് പോയ ഇരുവരെയും 20-ാം തീയതി മുതൽ കാണാതായിരുന്നു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ചാലിശ്ശേരി പോലീസ് തിരുപ്പതി പോലീസിന് വിവരം നൽകുകയും തിരുപ്പതിയിൽ വെച്ച് മലയാളി കുടുംബം ഇവരെ തിരിച്ചറിയുകയുമായിരുന്നു. തൃശൂർ മൃഗശാലയിൽ മഴയിൽ കനത്ത നാശം. വൻമരങ്ങൾ കടപുഴകി ഹിപ്പോപ്പൊട്ടാമസിന്റെയും ബ്ലാവുകളുടെയും കൂടുകൾക്കുമേൽ പതിച്ചു. സൂപ്രണ്ടും ജീവനക്കാരും ചേർന്ന് മൃഗങ്ങളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. ശക്തമായ മഴയ്ക്കൊപ്പം വീശിയ കനത്ത ചുഴലിൽ പെട്ടെന്നാണ് മൃഗശാലയിൽ മരങ്ങൾ കടപുഴകി വീണത്. തൃശൂരിൽ കനത്ത മഴയിൽ വീടിന് മുകളിൽ മരക്കൊമ്പ് വീണ് വീട്ടമ്മയ്ക്ക് പരിക്ക്. മണലൂർ മാമ്പുള്ളിയിൽ നാരായണന്റെ വീടിന് മുകളിലേക്കാണ് മരക്കൊമ്പ് അടർന്നു വീണത്. വീടിന്റെ മുകളിലേക്ക് വീണ മരക്കൊമ്പിന്റെ ശിഖരങ്ങൾ ജനൽവാതിലിടിച്ച് ഗ്ലാസ് തകർന്ന് ലളിതയുടെ തലയുടെ പിൻഭാഗത്ത് പരിക്കേറ്റു. മലപ്പുറം മഞ്ചേരി കോഴിക്കോട്ടുകുന്നിൽ സാമ്പത്തിക തർക്കത്തെ തുടർന്നുണ്ടായ സംഘർഷത്തിൽ യുവാവിന് കുത്തേറ്റു. കല്ലുവെട്ടി പോയിന്റിൽ സ്വദേശി ഷഹാസിനാണ് കുത്തേറ്റത്. വാഹന കച്ചവടവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ എത്തിയവരാണ് ആക്രമണം നടത്തിയത്. പിതാവിനെ മർദ്ദിക്കുന്നത് തടയാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഷഹാസിന് കുത്തേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ ഷഹാസിനെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂരിൽ മാരകായുധവുമായി യുവാവിനെ ഗുരുവായൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഗുരുവായൂർ നെന്മിനി സ്വദേശി ഷെഫീഖാണ് പിടിയിലായത്. ഇയാളിൽ നിന്നും 5 കത്തികളും കൈമഴവും ഇടിക്കട്ടയും കണ്ടെടുത്തു. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇയാളെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു.
തൃശൂർ അന്നമ്മനട കീഴണ്ടൂരിൽ പാടശേഖരത്തിൽ കൃഷിക്കായി ഉപയോഗിക്കുന്ന മോട്ടോർ പമ്പിന്റെ പൈപ്പ് സാമൂഹ്യവിരുദ്ധർ കത്തിച്ചതായി പരാതി. കീഴടൂർ കൊരട്ടിപ്പള്ളം പാടശേഖരത്തിലാണ് സംഭവം. ഇവിടെ നിറവ് ഹരിത സമൃദ്ധി പൈതൃക കൂട്ടം സംഘം 30 ഏക്കറോളം സ്ഥലത്താണ് നെൽകൃഷി ചെയ്തിരിക്കുന്നത്. മാള പോലീസ് സ്ഥലത്തെത്തി വിവരങ്ങൾ ശേഖരിച്ചു. തൃശൂരിൽ ലഹരിക്കേസിൽ ഉൾപ്പെട്ട ഒരാൾ കൂടി പിടിയിൽ. മനക്കുടി സ്വദേശി പ്രണവിന് കഞ്ചാവ് നൽകിയ കേസിലാണ് കാസർഗോഡ് പള്ളിക്കര സ്വദേശി AM ആസിഫിനെ തൃശൂർ പോലീസ് പിടികൂടിയത്. ഡാൻസ് ഓഫ് സംഘത്തിന്റെ രഹസ്യാന്വേഷണമാണ് പ്രതിയെ പിടികൂടാൻ സാധിച്ചത്. അറസ്റ്റിലായ പ്രതിക്ക് ബേക്കൽ, ഇൻഫോ പാർക്ക് എന്നീ പോലീസ് സ്റ്റേഷനുകളിലായി 5ഓളം സമാന കേസുകൾ നിലവിലുള്ളതായി അന്വേഷണത്തിൽ വ്യക്തമായി. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. തൃശൂർ ഇരിങ്ങാലക്കുടയിൽ കടം വാങ്ങിയ പണം തിരികെ നൽകിയിട്ടും പാസ്പോർട്ട് തിരികെ നൽകാതെ ഭീഷണിപ്പെടുത്തിയ കേസിൽ പ്രതി റിമാൻഡ്. പള്ളിനട സ്വദേശിയായ സൈനബയുടെ പരാതിയിലാണ് ശൃംഗപുരം സ്വദേശിയായ ഷാരുവിനെ റിമാൻഡ് ചെയ്തത്. ഷാരുവിന്റെ പേരിൽ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വധശ്രമം, കവർച്ച, അടിപിടി, ഭീഷണിപ്പെടുത്തൽ തുടങ്ങി 34 ക്രിമിനൽ കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തൃശൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ സമൻസ് നൽകുന്നതിന് കനാൽപ്പാലം സ്വദേശിയായ റിജീഷിന്റെ വീട്ടിലെത്തിയ പോലീസ് ഉദ്യോഗസ്ഥരുടെ ജോലി തടസ്സപ്പെടുത്തിയ കേസിൽ 4 പേർ റിമാൻഡ്. കനാൽപ്പാലം സ്വദേശിയായ റിജീഷ്, വടക്കേക്കര സ്വദേശികളായ ചിത്ത്, സിബിൻ, സൗമേഷ് എന്നിവരെയാണ് റിമാൻഡ് ചെയ്തത്. റിജേഷിന് അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലും തൃശൂർ ടൗൺ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലും അടിപിടി കേസുകളും. അതിവേഗ വാർത്തയിൽ ഇനിയൊരു ഇടവേള. അതിവേഗ വാർത്ത തുടരും. തൃശൂർ ചാവക്കാട് ഉപ്പാപ്പ പള്ളിയിൽ നിന്നും 80,000 രൂപയോളം മോഷ്ടിച്ച പ്രതിയെ പോലീസ് എർവാടിയിൽ നിന്നും പിടികൂടി. വയനാട് നെന്മേനി സ്വദേശി ഷംഷാദിനെയാണ് ഗുരുവായൂർ സബ് ഡിവിഷൻ ACPയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 8-ാം തീയതി പുലർച്ചെയാണ് പ്രതി ചാവക്കാട് ഉപ്പാപ്പ പള്ളിയിൽ മോഷണം നടത്തിയത്. മലപ്പുറം മൊറയൂർ ഒഴുക്കൂർ അറഫ മസ്ജിദിൽ നേർച്ചപ്പെട്ടി കുത്തി തുറന്ന് മോഷണം. പള്ളിയുടെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചിരുന്ന 3 നേർച്ചപ്പെട്ടികൾ കുത്തി തുറന്നാണ് മോഷണം നടത്തിയത്. രാവിലെ സുബഹി നമസ്കാരത്തിനെത്തിയവരാണ് മോഷണ വിവരം ആദ്യം അറിയുന്നത്. നേർച്ചപ്പെട്ടി കുത്തി തുറന്ന് മോഷ്ടാവ് പണം അപഹരിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അറഫ മസ്ജിദ് പള്ളി കമ്മിറ്റി കൊണ്ടോട്ടി പോലീസിൽ നൽകിയ പരാതിയിൽ അന്വേഷണം ആരംഭിച്ചു. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ ഗതാഗത കുരുക്കിൽ കുടുങ്ങാതെ അതിരപ്പള്ളി മേഖലയിലെ വിനോദസഞ്ചാരികൾക്ക് പ്ലാന്റേഷൻ ചെക്ക് പോസ്റ്റ് വഴി രാത്രിയിൽ കടന്നുപോകുന്നതിന് അനുമതി നൽകണമെന്ന ആവശ്യം ശക്തമാകുന്നു. നിർമ്മാണ പ്രവൃത്തികളുടെ ഭാഗമായി മുരിങ്ങൂർ ചിറങ്ങര ദേശീയപാതയിൽ ഗതാഗത സ്തംഭനം പതിവായ സാഹചര്യത്തിലാണ് ആവശ്യം ഉയരുന്നത്. വൈകിട്ട് 6:30 മുതൽ രാവിലെ 6 വരെ പ്ലാന്റേഷൻ എസ്റ്റേറ്റ് റോഡിൽ പുറമേ നിന്നുള്ളവർ യാത്ര ചെയ്യുന്നത് വിലക്കുണ്ട്. കോട്ടയം വെച്ചൂർ ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി MCFന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു. 2000 ചതുരശ്ര അടി വിസ്തീർണം വരുന്ന കെട്ടിടത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് KR ശൈലകുമാർ നിർവഹിച്ചു. പ്ലാസ്റ്റിക്, അജൈവ മാലിന്യങ്ങൾ വേർതിരിക്കുന്നതിനും ക്രമീകരിക്കുന്നതിനുമായി 2 സോർട്ടിംഗ് ടേബിളും വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വാങ്ങിച്ചു നൽകി. ഹരിതകർമ്മ സേനാംഗങ്ങൾക്കുള്ള ഡ്രസ്സിംഗ് റൂമും ഉൾപ്പെടെയാണ് MCF നിർമ്മാണം പൂർത്തിയാക്കിയത്. മലപ്പുറം വൈരങ്കോട് നവജീവൻ വിദ്യാദീപത്തിന്റെ നേതൃത്വത്തിൽ ഗ്രാമീണ ഗ്രന്ഥാലയം ഒരുങ്ങുന്നു. അന്താരാഷ്ട്ര പുസ്തക ദിനാചരണത്തിന്റെ ഭാഗമായി ഗ്രന്ഥാലയത്തിന്റെ ഭാരവാഹികൾ പുസ്തകങ്ങൾ ശേഖരിച്ചു തുടങ്ങി. പുസ്തക ശേഖരണ ഉദ്ഘാടനം തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ TV റംഷീദ ടീച്ചർ പുസ്തകങ്ങൾ സമ്മാനിച്ചു നിർവഹിച്ചു. ഗ്രാമീണ ജനതയെ വായനാശീലം വളർത്തുന്നതിന് വേണ്ടിയാണ് വായനശാല ഒരുങ്ങുന്നത്. മലപ്പുറം വളാഞ്ചേരിയിൽ പുസ്തക ദിനത്തിൽ സ്വരാജ് വായനശാലയിലേക്ക് പുസ്തകം നൽകി ഒരു കൂട്ടം അധ്യാപകർ. TV ശ്രീകുമാർ, P മുജീബ് റഹ്മാൻ, PC അച്യുതൻ, KP പ്രേംകുമാർ എന്നിവരാണ് തങ്ങളുടെ ശേഖരത്തിലുണ്ടായിരുന്ന 100ഓളം പുസ്തകങ്ങൾ നൽകിയത്. നോവലുകൾ, കഥകൾ, കവിതകൾ, യാത്രാ വിവരണങ്ങൾ തുടങ്ങിയവയാണ് നൽകിയത്.
ആലപ്പുഴയിലെ അമേച്ചർ നാടക സംസ്ഥാന അവാർഡ് ജേതാവിനെ ആദരിച്ചു. അമേച്ചർ നാടകത്തിനുള്ള സംസ്ഥാന അവാർഡ് ഉൾപ്പെടെ 3 അവാർഡുകൾ കരസ്ഥമാക്കിയ സംഘാടകൻ KB അജയകുമാറിനെയാണ് ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആദരിച്ചത്. ആലപ്പുഴ മരുതം തിയേറ്റർ ഗ്രൂപ്പിന്റെ മാടൻ മോക്ഷം നാടകത്തിന്റെ മുഖ്യ സംഘാടകനും അഭിനേതാവുമാണ് KB അജയൻ. തിരുവനന്തപുരം ഒറ്റശേഖരമംഗലത്തെ അനിക്കുട്ടനും കുടുംബത്തിനും നിർമ്മിച്ച വീടിന്റെ താക്കോൽ കൈമാറി. കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ, ദേശീയ സേവാഭാരതി കേരളം സംയുക്തമായി നടപ്പിലാക്കുന്ന തലച്ചായ്ക്കാനൊരിടം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വീട് നിർമ്മിച്ചു നൽകിയത്. താക്കോൽ ദാനകർമ്മം TV പ്രസാദ് ബാബു നിർവഹിച്ചു. മംഗളപത്ര സമർപ്പണം സേവാഭാരതി ജില്ലാ വൈസ് പ്രസിഡന്റും സംസ്ഥാന സമിതി അംഗവുമായ ഡോക്ടർ സാബു K നായർ നൽകി. തിരുവനന്തപുരം നെടുമങ്ങാട് കേരള മദ്യനിരോധന സമിതിയുടെ ആഭിമുഖ്യത്തിൽ ചുള്ളിമാനൂർ ജംഗ്ഷനിൽ ലഹരിക്കെതിരെ നിലവിളി സമരം സംഘടിപ്പിച്ചു. സീനിയർ വർക്കിംഗ് പ്രസിഡന്റ് K സോമശേഖരൻ നായർ സമരം ഉദ്ഘാടനം ചെയ്തു. നെടുമങ്ങാട് ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു. തിരുവനന്തപുരം നന്ദിയോട് ഗ്രാമപഞ്ചായത്തിൽ ഉയരവിളക്കുകൾ സ്ഥാപിച്ചു. നന്ദിയോട് ഗ്രാമപഞ്ചായത്തിൽ 2024-25 സാമ്പത്തിക വർഷത്തിലെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 37 പ്രധാന സ്ഥലങ്ങളിലാണ് ഉയരവിളക്കുകളുടെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ഉദ്ഘാടനം നന്ദിയോട് പബ്ലിക് മാർക്കറ്റിൽ വെച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശൈലജ രാജീവൻ നിർവഹിച്ചു. മലപ്പുറം പട്ടാമ്പി കുളപ്പുള്ളി പാത നവീകരണത്തിന്റെ ഭാഗമായി പട്ടാമ്പി ടൗണിലെ പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കാൻ തീരുമാനം. ജനങ്ങളുടെ ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിന് പട്ടാമ്പി താലൂക്ക് ആസ്ഥാനത്ത് യോഗം ചേർന്നു. പ്രവൃത്തി ആരംഭിച്ചാൽ മാസങ്ങളോളം റോഡ് ഗതാഗതവും കുടിവെള്ളവും തടസ്സപ്പെടാൻ സാധ്യതയെന്ന് നിഗമനം. റോഡ് നവീകരണത്തിന്റെ ഭാഗമായി കയ്യേറ്റം ഒഴിപ്പിക്കൽ ആദ്യഘട്ടം പൂർത്തിയായി. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ പാലക്കാട് ജില്ലാതല ക്രിക്കറ്റ് മത്സരം പട്ടാമ്പി ഗവൺമെന്റ് കോളേജ് ഗ്രൗണ്ടിൽ നടന്നു. 13 വർഷമായി തുടർച്ചയായി ഇത്തരത്തിൽ മേഖലാ കമ്മിറ്റികളെ ഉൾപ്പെടുത്തി മത്സരങ്ങൾ സംഘടിപ്പിച്ചു വരുന്നതായി ജില്ലാ പ്രസിഡന്റ് പ്രകാശ് സൂര്യ പറഞ്ഞു. നീന്തൽ മത്സരത്തിൽ പുരുഷന്മാരുടെ ഓപ്പൺ വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയ അങ്കമാലി സെന്റ് പാട്രിക്സ് സ്കൂൾ +2 വിദ്യാർത്ഥി ജോൺ ജോബിയെ തൃശൂർ ചാലക്കുടി നടുമുറ്റം സാംസ്കാരിക വേദി ആദരിച്ചു. ആലുവയിൽ നിന്ന് കൊച്ചി സിമ്മത്തോണിൽ 1 കിലോമീറ്റർ നീന്തൽ മത്സരത്തിലാണ് ജോൺ ജോബിയുടെ നേട്ടം. തൃശൂരിൽ മതിലകം സ്പോർട്സ് അക്കാദമി വേദിയൊരുക്കുന്ന 2ാമത് അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റ് മതിലകം സെന്റ് ജോസഫ് HSS ഗ്രൗണ്ടിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഏപ്രിൽ 25 മുതൽ മെയ് 1 വരെയാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുക. മേളയിൽ ഇന്ത്യയിലെ പ്രമുഖ പുരുഷ ടീമുകൾ അണിനിരക്കും. 10,000-ൽ പരം കാണികളെ ഉൾക്കൊള്ളാവുന്ന ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയമാണ് ഒരുക്കിയിട്ടുള്ളത്. ഇതോടുകൂടി അതിവേഗ വാർത്ത അവസാനിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് ആഫ്റ്റർനൂൺ കാണാം.